ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ പ്ലാനറായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്കറിയാം 2 ഷീറ്റ് സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാ 2 സ്റ്റിക്കർ, പിന്നെ നമുക്കൊരു ബുക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്ക് മാർക്കൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇങ്ങനൊരു ഷീറ്റ് ബുക്ക് മാർക്ക് എന്ന് ഇതിന് പറയാൻ പറ്റില്ല. കവർ പേജിൻ്റെ സെയിം പാറ്റേണിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് അത്രയേ ഉള്ളൂ. കാർഡ്ബോർഡല്ല, കുറച്ച് തിക്കായിട്ടുള്ള പേപ്പർ പീസ്, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ബുക്ക് മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിന് ഹോൾ പഞ്ച് വെച്ചിട്ട് മേലെ സെൻറ്ററിലായിട്ടൊരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓൾഡ് ഏജ് ലുക്ക് തോന്നുന്ന ഒരു പേപ്പർ, പഴയ ഡിക്ഷണറിയിലൊരു പേജാണ് കേട്ടോ അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റാൻഡമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കോർണറിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ടുഡേ ആൾവേസ് പറഞ്ഞിട്ടൊരു സ്റ്റിക്കറും, പിന്നെ അതിൻ്റെ തൊട്ട് മേലായിട്ട് ഒരു ഫ്ലവറിൻ്റെ ബൊക്കെ പോലത്തെ ഒരു സ്റ്റിക്കറും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു വാഷി ടേപ്പിൻ്റെ പീസ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ ബ്ലോസം എഴുതിയിട്ടുള്ളൊരു സ്റ്റിക്കർ എടുത്തിട്ട് അതിൻ്റെ മേളിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ഒരു പേപ്പർ ത്രെഡിൻ്റെ പീസാണ്. അത് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ചിക്കു കളറും വൈറ്റ് കളറും കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു പേപ്പർ ത്രെഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്ത ഹോളിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, സിമ്പിളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലാനറിൽ നമ്മുടെ ഫോട്ടോ ഒട്ടിക്കേണ്ട സ്ഥലത്ത് ഞാൻ നമ്മുടെ ലോഗോ ആണ് ഒട്ടിച്ചെടുക്കുന്നത്. annascreations by അസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ലോഗോ ഒട്ടിച്ചെടുത്ത്. പിന്നെ 2 ചെറിയ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ഞാൻ ആ പേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഓവറായിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല, സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കാരണം ഇതൊരു എസ്തെറ്റിക് ലുക്കുള്ള ഒരു പ്ലാനറാണ്. അപ്പോൾ അതിനനുസരിച്ച് ഓവറാക്കാത്ത രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ റീഡിംഗ് ലിസ്റ്റ് ഒന്നും ഞാൻ ഇപ്പോൾ എഴുതുന്നില്ല. അതൊക്കെ ഞാൻ ഓരോ ഐഡിയാസ് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഫില്ല് ചെയ്ത് വെക്കലാണ്. അല്ലാതെ ഒരു വർഷത്തേക്കുള്ളത് മൊത്തം ഇപ്പം തന്നെ എക്സാക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെക്കലൊന്നുമില്ല. പിന്നെ ഞാൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഹാബിറ്റ്സാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്, പെയിൻറ്റിങ്ങും പെൻസിൽ ഡ്രോയിങ്ങും. അതും എനിക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട് ഈ വർഷം. അപ്പോൾ ഇൻഷാല്ലാ ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 2 ഹാബിറ്റ്സും ട്രാക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജനുവരിയിലെ കലണ്ടറിൽ ഒരു ജസ്റ്റ് കലണ്ടറിൻ്റെ ഔട്ട്ലൈൻ മാത്രമേ ഈ പേജിലുള്ളൂ. അപ്പോൾ ഞാൻ ഡേറ്റ്സ് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ജാനുവരി 12-ന് എൻ്റെ ഒരു +2 ബാച്ചിൻ്റെ ഒരു റിയൂണിയൻ ഉണ്ട്, അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് വരുന്നത് വീക്ക്ലി പ്ലാനറാണ്. അപ്പോൾ ഞാൻ ആ വീക്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ച 1-2 കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ പ്ലാൻ വരുന്നതിനനുസരിച്ച് ഞാൻ അതിൽ റെക്കോർഡ് ചെയ്യാണ് ചെയ്യൽ. അല്ലാതെ എക്സാക്റ്റ് കംപ്ലീറ്റ് പ്ലാൻ ചെയ്യലില്ല. ഞാൻ ടു ഡു ലിസ്റ്റാണ് കാര്യമായിട്ട് തലേ ദിവസം പ്ലാൻ ചെയ്ത് വെക്കൽ, നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ. അങ്ങനെ ടു ഡു ലിസ്റ്റിൽ ഫസ്റ്റ് ഡേറ്റ് എഴുതിയിട്ട് ഞാൻ 1-ാം തീയതി ഇൻഷാല്ലാ ന്യൂ ഇയറിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 3-4 കാര്യങ്ങൾ അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്രയാണ് എൻ്റെ പുതിയ പ്ലാനറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ പ്ലാനർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് എവിടുന്നാണ് മേടിച്ചത്, എങ്ങനെ എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.